Hi, all. Welcome to BTech MEDC. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ മോഡ്യൂൾ 4 ലാസ്റ്റ് ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ഫങ്ഷൻസ് ഇൻ ദ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ നാച്ചുറൽ റെസ്പോൺസും ഫോഴ്സ് റെസ്പോൺസും ഡിസ്കസ് ചെയ്തു. ഇപ്പം നാച്ചുറൽ റെസ്പോൺസ് ആണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇമ്പൾസ് റെസ്പോൺസ് ഓർ നാച്ചുറൽ റെസ്പോൺസ്. സെക്കൻഡ് വരുന്നതാണ് ഫോഴ്സ് റെസ്പോൺസ്. ഫോഴ്സ് റെസ്പോൺസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി കമ്പോണന്റ്, ഇപ്പോൾ സൈൻ അതുപോലത്തുള്ള ഫങ്ഷൻസ് വെച്ച് ഫോഴ്സ് ചെയ്ത് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിനാണ് is called as ഫോഴ്സ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് റെസ്പോൺസിനകത്ത് വരുന്ന പാർട്ടാണ് സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. നമുക്ക് അതാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു സിസ്റ്റം, അതിനെ നമ്മൾ നോർമലി എച്ച് ഓഫ് എസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് കൊടുക്കുന്നതിന് വി കോൾ ഇറ്റ് ആസ് എക്സൈറ്റേഷൻ ആൻഡ് ഔട്ട്പുട്ട് വി കോൾ ഇറ്റ് ആസ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസിന്റെ കേസിൽ നമ്മൾ എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, ഡെൽറ്റ ടി ആണ് കൊടുക്കുന്നത്. ആ കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ എച്ച് ഓഫ് ടി എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ സെഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഫോഴ്സ്ഡ് ഇൻപുട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ടേം ഉള്ള കമ്പോണന്റ് ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എക്സൈറ്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. എക്സൈറ്റേഷൻ ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ദ റെസ്പോൺസ്. ഇവിടെ സിനുസോയിഡൽ ഇൻപുട്ട് അതുപോലത്തെ ഫ്രീക്വൻസി ടേം കൊടുക്കുകയാണെങ്കിൽ ആ റെസ്പോൺസിനാണ് വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഇന്ന് ഫോഴ്സ് റെസ്പോൺസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കൊടുത്തിരുന്ന ഒരു വോൾട്ടേജ് V1 ഈക്വൽ ടു A1 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5. ഇതൊരു ടേം ആണ്, ഒരു സൈൻ വേവ് ആണ്. ഓക്കെ, സൈൻ വേവിന് A1 മീൻസ് എന്താണ്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ നോട്ട് ഫ്രീക്വൻസി ആൻഡ് 5 കറസ്പോണ്ടിങ് ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിഗ്നല് നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഫെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ V2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ V2 വിൽ ബി ഈക്വൽ ടു A1 A2 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 പ്ലസ് 5 ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിനും, ഇപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിനും അതുപോലെ ഫേസിനും ചേഞ്ചസ് വരും, ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊരു ഇൻപുട്ട് നമ്മളൊരു സിനുസോയിഡിൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഒരു സിനുസോയിഡിലായിരിക്കും, പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആവും. ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? A1 A2 ആയിട്ട് മാറും. അതുപോലെ ഫേസ്, ദിസ് ഫേസ് ബിക്കംസ് 5 പ്ലസ് 5 ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദിസ് ഒമേഗ നോട്ട് ഫ്രീക്വൻസി ടേം. ഓക്കെ, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഇതുപോലത്തുള്ള ഒരു സിനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഓൾസോ വിൽ ബി സിനുസോയിഡൽ വിത്ത് സെയിം ഫ്രീക്വൻസി ബട്ട് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിനുസോയിഡലാണ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് A1, frequency omega naught and phase 5. If you are feeding to a system, its output will also be sinusoidal with the same frequency but different amplitude and phase. Okay, ഇതിനകത്ത് ഇപ്പോൾ ഇത് ഇൻപുട്ട്, ഇത് നമ്മുടെ ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നോൺ ആയിട്ടുള്ള നമുക്കിപ്പോൾ ഇതിൻ്റെ കേസിൽ A1 വാല്യൂ നമുക്ക് അറിയാം അല്ലേ? A1 ഇവിടെ ഓൾറെഡി ഉണ്ട്. നെക്സ്റ്റ് ഒമേഗ നോട്ട് വാല്യൂ ഓൾറെഡി ഉണ്ട്. പിന്നുള്ള എന്താ? ഇതിപ്പോൾ 5 ആണെങ്കിൽ ഇപ്പോൾ ഇത് 5 ആണ്. 5 ആകുമ്പോഴേ 5 പ്ലസ് 5 വരുന്നത്. 5 ഇവിടെ 5 നമുക്ക് നോൺ ആണ്. അൺനോൺ ആയിട്ടുള്ള ഏതൊക്കെ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ? ഇതിൻ്റെ കേസിൽ A2 5 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ A2 5 കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൽ A2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് A2 മാഗ്നിറ്റ്യൂഡ് ഓഫ് H of J omega at omega equal to omega naught
and phi 2. This phi 2 can be obtained as angle of h of j omega at omega equal to omega naught. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ തിയറി വരുന്നത്. അപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈൻസോഡിൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് സിനുസോയിഡിലായിരിക്കും, പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും ചേഞ്ച് വരും. ഫ്രീക്വൻസി സെയിം തന്നെ ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A1 A2, അതുപോലെ ഫേസ് φ1 + φ2 ആയിരിക്കും. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ h of s ആണ്. ഫോർ എക്സാമ്പിൾ h of s is equal to 1 / s + 2 എന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ എസ്സിന് നമ്മൾ j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇവിടെ എസ്സിന് j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് h of j omega equal to 1 / j omega + 2 എന്ന് കിട്ടും. ഓക്കെ, എസ്സിന് നമ്മൾ j omega കൊടുക്കുമ്പോഴത്തേക്ക് h of j omega equal to 1 / j omega + 2 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ വരുന്നതിനകത്ത് ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി കമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒമേഗയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ഇതിലേക്ക് വന്നു? ഇതൊരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എക്സ് പ്ലസ് ജെ വൈ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്ത് ടേമാണ്? ഇത് റിയൽ ടേമും ഉണ്ട്, അതുപോലെ ഇതിനകത്ത് ഇമാജിനറി ടേമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സിസ്റ്റം ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഇതുപോലത്തുള്ള റിയൽ പ്ലസ് ഇമാജിനറി ടേമായിട്ട് മാറും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റീനെ നമുക്ക് എം ആംഗിൾ ഫൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫേസ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേർ എം ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫൈ ഈസ് ദ ഫേസ് ആംഗിൾ. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വരുമ്പോഴാണ് ഒരു സിസ്റ്റം ഫംഗ്ഷനിൽ നമ്മൾ എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ ഒരു റിയൽ പ്ലസ് ഇമാജിനറി ഫോമിലേക്കാവും. അപ്പോൾ അതിനെ നമുക്ക് എം ആംഗിൾ ഫൈയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വേർ എം ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫൈ ഈസ് ദ ഫേസ്. അപ്പോൾ അതിൽ ഇപ്പം സപ്പോസ് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ എക്സ് പ്ലസ് ജെ വൈ ഒരു ടേം ആണ്. അതിൻ്റെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ ടേം സ്ക്വയർ പ്ലസ് ഇമാജിനറി ടേം സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ എക്സ് ആണ് റിയൽ ടേം എന്ന് പറയുന്നത്, വൈ ആണ് നമ്മളുടെ ഇമാജിനറി ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്ത് വരും? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ ടേം സ്ക്വയർ മീൻസ് എക്സ് സ്ക്വയർ ടേം പ്ലസ് ഇമാജിനറി ടേം സ്ക്വയർ മീൻസ് ജെ ആയിട്ട് കിടക്കുന്ന ടേം, ദാറ്റ് ഈസ് വൈ സ്ക്വയർ. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഇതിൻ്റെ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് ഉണ്ട്. ഓക്കെ, ഫേസ് ഓർ ആംഗിൾ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ, ഇപ്പം ഇത് തന്നെ നമ്മൾ എടുക്കുന്നത് എക്സ് പ്ലസ് ജെ വൈ ടേം ആണ്. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി ടേം ബൈ റിയൽ ടേം. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി ടേം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ വൈ ആണ്. ദാറ്റ് ഈസ് വൈ ബൈ റിയൽ ടേം ഈസ് എക്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഫേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സപ്പോസ് ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇതിൻ്റെ കേസിൽ ഇപ്പം 1/x + jy ആണെന്ന് വെച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ ഒരു മൈനസ് വരും, ബാക്കി സെയിം ആണ്. ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ടേം y / x ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ എസ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 180 ഡിഗ്രി ആയിരിക്കും. 1/s കറസ്പോണ്ടിങ് ആയിട്ട് -90 ഡിഗ്രി ആയിരിക്കും. 1/s സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് -180 ഡിഗ്രി ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ഫേസിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഫേസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഫേസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. റിയൽ എന്ന് വെച്ചാൽ ഈ എക്സ് ആണ്, ഇമാജിനറി എന്ന് വെച്ചാൽ ജെ ആയിട്ട് കിടക്കുന്ന വൈ ആണ്. അതുപോലെ സെക്കൻഡ് ഫേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ, ദാറ്റ് ഈസ് y/x. 1 വരുമ്പോഴത്തേക്ക് മൈനസ് ടാൻ ഇൻവേഴ്സ് y/x. പിന്നെ എസ് സ്ക്വയർ അതുകൊണ്ട് ടേം വരികയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആയിരിക്കും അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ബേസിക്സ്. ഇപ്പം പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ബാക്കി ഡീറ്റെയിൽസ് പ്രോബ്ലം ചെയ്യുമ്പം പറയാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇതിനകത്ത് എക്സ്ട്രാക്ട് വരുന്നത് A2 അതുപോലെ φ2 വരും. അത് A2 ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സിമിലർലി φ2 ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എം ആംഗിൾ ഫൈവിലേക്ക് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സപ്പോസ് രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം M1 ഫസ്റ്റിൻ്റെത് M1 ആംഗിൾ 5 ആണ്, സെക്കൻഡിൻ്റെ M2 ആംഗിൾ 5 ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് M1 M2 മാഗ്നിറ്റ്യൂഡ് പ്രോഡക്റ്റ് ആയിട്ട് വരും, ആംഗിൾ 5 പ്ലസ് 5 വരുന്നു. ഇത് ഓർത്തോണം. ഓക്കെ, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഇപ്പം x1 പ്ലസ് JY1 അതിന് നമ്മൾ M1 ആംഗിൾ 5 എടുത്തു. സെക്കൻഡ് x2 പ്ലസ് JY2 അതിന് നമ്മൾ M2 ആംഗിൾ 5 എടുത്തു. അപ്പോൾ നമ്മൾ പോളാർ ഫോം റെക്ടാംഗുലർ ഫോം ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യും, ഫേസ് തമ്മിൽ ആഡ് ചെയ്യും. ഇത്രയാണ് അതിൻ്റെ ബേസിക്സ്. ഇത് ഫോഴ്സ്ഡ് റെസ്പോൺസിന് അണ്ടറിൽ വരുന്ന പാർട്ടാണ്. ഫോഴ്സ് റെസ്പോൺസ് മീൻസ് ഇതുപോലത്തെ ഒരു ഫ്രീക്വൻസി ടേം ഉള്ളത് വെച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും ചേഞ്ച് കാണും. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് A1 A2 ആയിരിക്കും, ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് 5 പ്ലസ് 5 ആയിരിക്കും. അതിൽ നമുക്ക് നോൺ ആയിട്ടുള്ള A1 അതുപോലെ 5 നോൺ ആണ്, ഒമേഗ നോട്ടിന് ചേഞ്ച് ഇല്ല. എക്സ്ട്രാ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ A2 5 ആണ്. ആ A2 5 ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്, അതിന്റെ ബേസിക്സ് ആണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ഇൻപുട്ട് 2 sin t ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഒരു സിസ്റ്റം ഫംഗ്ഷനിലേക്കാണ്. സിസ്റ്റം ഫംഗ്ഷൻ s ഡിവൈഡഡ് ബൈ s+1 ആണ്. ഓക്കെ, s ഡിവൈഡ് ബൈ s+1 സിസ്റ്റം ആണ്. അതിന്റെ ഔട്ട്പുട്ട് v2 of t ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ ഇൻപുട്ട് or excitation and V2 is the response. We need to find the response. This is the question. ഇതിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, s ഡിവൈഡ് ബൈ s+1. ഓൾസോ ഇൻപുട്ട് ഈസ് ഗിവൺ, വി നീഡ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. എസ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഇതിന്റെ കേസിൽ സ്റ്റെപ്പ് 1 മീൻസ് ഐഡന്റിഫൈ ദ ഇൻപുട്ട്. ഐഡന്റിഫൈ the input ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഇൻപുട്ട് എന്താണ്? ദിസ് ഈസ് ദ അവർ ഇൻപുട്ട്, ദാറ്റ് ഈസ് 2 sin t. ഐഡന്റിഫൈ ദ ഇൻപുട്ട്, ദാറ്റ് ഈസ് 2 sin t ഈസ് അവർ ഇൻപുട്ട്. ഇനി ഇതിൻ്റെ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം അതിന് ഞാൻ ആംപ്ലിറ്റ്യൂഡ് A1 ഈക്വൽ ടു A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ് എത്ര? 2 ആണ്. ദെൻ ഒമേഗ 1 ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ വെച്ചാൽ A സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5. ഇതാണ് സ്റ്റാൻഡേർഡ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ A ഈക്വൽ ടു 2, ഒമേഗ നോട്ട് ഈക്വൽ ടു 1 അല്ലേ? ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 ആണ്. ഓൾസോ 5 ഈക്വൽ ടു 0. ഓക്കെ, ജനറൽ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം കമ്പയറിംഗ് വിത്ത് A സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 വി ഗെറ്റ് A1 ഈക്വൽ ടു 2, ഒമേഗ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് 5 ഈക്വൽ ടു 0. ഇനി സ്റ്റെപ്പ് 2 ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ വന്നിരിക്കുന്നത്? S ഡിവൈഡ് ബൈ s+1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എസിന് നമ്മൾ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇതിന് ഞാനിപ്പം g of s എന്ന് കൊടുത്തു. ഓക്കെ, g of s ആണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞ എന്ത് വരും? എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോഴത്തേക്ക് ജി ജെ ഒമേഗ ഈക്വൽ ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ജെ ഒമേഗ ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1. ദിസ് ഈസ് അവർ ജി ജെ ഒമേഗ. അപ്പോൾ ഈ ജി ജെ ഒമേഗ വെച്ചിട്ട് നമുക്കിനി എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? അപ്പം അതായത് ഇപ്പം ഇതിൻ്റെ കേസിൽ ഓക്കെ, ഇപ്പം ഇൻപുട്ട് ഇതാണ്. അപ്പം ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരേണ്ടത്? ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ A1 A2 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 പ്ലസ് 5 ആയിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ ആയിരിക്കും ഇതിൻ്റെ കേസിലും വരേണ്ടത്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരേണ്ടത് ദാറ്റ് ഈസ് V2 of t ഈക്വൽ ടു എങ്ങനെ വരുന്നത്? A1 ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആവും. A1 A2 സൈൻ ഒമേഗ നോട്ട് ടി, അതിന് മാറ്റമൊന്നുമില്ല, പ്ലസ് 5 പ്ലസ് 5 എന്ന് വരും.
ഇതാണ് നമ്മളെ V2. ഇതിനകത്ത് A1ന്റെ വാല്യൂ അറിയാം, നെക്സ്റ്റ് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ അറിയാം, φ1ന്റെ വാല്യൂ അറിയാം. ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഇതിൻ്റെ കേസിൽ A2ഉം ദിസ് φ2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. A2ഉം φ2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട്. അതുപോലെ φ2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട്. ഇതിൻ്റെ കേസിൽ ഒമേഗ നോട്ട് നമുക്കറിയാം, ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് ഈക്വൽ ടു 1 കൊടുക്കുമ്പം നമുക്ക് A2 കിട്ടും. അതുപോലെ ഫേസ് അറ്റ് ഒമേഗ നോട്ട് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ φ2ഉം കിട്ടും. അപ്പോൾ A2ഉം φ2ഉം കിട്ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് V2. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എന്തായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് A2 ആൻഡ് φ2. A2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. A2 ഈക്വൽ ടു നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് GJ ഒമേഗ അറ്റ് ഒമേഗ നോട്ട് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ ഒമേഗ നോട്ട് ഈക്വൽ ടു 1 ആണ്. ഒമേഗ നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ക്വാണ്ടിറ്റി എന്താണ്? നമ്മൾ ക്വാണ്ടിറ്റി ജെ ഒമേഗ ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഇക്വേഷൻ, അതായത് എക്സ് പ്ലസ് ജെ വൈ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് റിയൽ ടേം സ്ക്വയർ ഇല്ല. അപ്പോൾ എന്ത് വരും? ഈ ജെ ഒമേഗൻ്റെ വരുമ്പോഴത്തേക്ക് റൂട്ട് ഓഫ് റിയൽ ടേം സ്ക്വയർ ഇല്ല. അപ്പോൾ 0 സ്ക്വയർ പ്ലസ് വൈ ആണ് ഒമേഗ എന്ന് പറയുന്നത്. ജെ ആയിട്ട് വരുന്നതാണ് ഒമേഗ. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഒമേഗ വരും അല്ലെ, റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ വരും, ഒമേഗ വരും. ഈ സെക്കൻഡ് ടേമിൻ്റെ എന്ത് വരും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് എന്ത് വരും? ജെ ഒമേഗ പ്ലസ് 1, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇമാജിനറി സ്ക്വയർ, ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ പ്ലസ് റിയൽ സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ അതിവിടെ എഴുതുവാണ്. അപ്പോൾ ജെ ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഒമേഗ ആണ്, ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 ആണ്. അറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു 1. ഒമേഗ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് A2ൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ ഒമേഗ 1 കൊടുക്കുമ്പോഴത്തേക്ക് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് A2ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് എന്താണ്? φ2ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. φ2 ഈക്വൽ ടു ആംഗിൾ GJ ഒമേഗ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടേം ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ആണ്. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്. ന്യൂമറേറ്റർ ആയതുകൊണ്ട് 90 ആണ്. സോ 90 മൈനസ് ഇതിപ്പോൾ ഡിനോമിനേറ്റർ വരുമ്പോഴത്തേക്കാണ് മൈനസ് വരുന്നത് അല്ലേ. 1 ബൈ എക്സ് പ്ലസ് ജെ വൈയുടെ നമുക്കറിയാം മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആണ്. സോ മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. വൈ മീൻസ് ഇവിടെ ഇമാജിനറി ആയിട്ട് വരുന്ന ടേം എന്ന് വെച്ചാൽ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ബൈ എക്സ് 1 ആണ്. ഓക്കെ, അറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒമേഗ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് φ2 ഈക്വൽ ടു 90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ 1 കൊടുക്കുക. ദാറ്റ് ഈസ് 90 മൈനസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ φ2ഉം കിട്ടി, A2ഉം കിട്ടി. ഇനി നമ്മളുടെ ആൻസർ എന്തായിരുന്നു? V2 of t ഈക്വൽ ടു നമ്മൾ ഓൾറെഡി എഴുതി A1 A2 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് φ1 പ്ലസ് φ2. ഇപ്പോൾ ഇവിടെ A1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. A1 മീൻസ് 2 ആണ്, A2 മീൻസ് 1 ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ബൈ റൂട്ട് 2 സൈൻ ഒമേഗ നോട്ട് ടിക്കും ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പം 1 ഇൻറ്റു ടി പ്ലസ് φ1 പ്ലസ് φ2. φ1ൻ്റെ വാല്യൂ 0 ആയിരുന്നു, φ2ൻ്റെ വാല്യൂ 45 ആണ്. സോ ടി പ്ലസ് 45 എന്ന് വരും. ദിസ് ഈസ് അവർ റെസ്പോൺസ് V2 of t. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഞാൻ ഒന്നും കൂടെ പറയാം. ഇതിൻ്റെ കേസിൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഇൻപുട്ട് സിനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആ ഇൻപുട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഉണ്ട് A സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5, അതുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്
ഫ്രീക്വൻസി, ഫേസ് എഴുതുക, അതിനുശേഷം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക. തേർഡ് സ്റ്റെപ്പായിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നമ്മൾ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് അറിയാം, ഇങ്ങനൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലത്തുള്ള സ്റ്റാൻഡേർഡ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ A1 A2 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 പ്ലസ് 5 ആണ്. അതായത് ഒരു ഇൻപുട്ട് സിനുസോയിഡിൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും സിനുസോയിഡിലായിരിക്കും, പ്രൊവൈഡഡ് ഇറ്റ്സ് ഫ്രീക്വൻസി റിമെയിൻസ് ദ സെയിം. ദാറ്റ് ഈസ് ഒമേഗ നോട്ട് റിമെയിൻസ് ദ സെയിം, ബട്ട് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ചേഞ്ചസ്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് A1 A2 ആയിട്ടാണ്, ഫേസ് ചേഞ്ച് ചെയ്യുന്നത് 5 പ്ലസ് 5 ആണ്. അപ്പോൾ അതിനകത്ത് A1 5 ഒമേഗ നോട്ടും നമുക്ക് ഈ ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി എക്സ്ട്രാ ആയിട്ട് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അതിൻ്റെ ചേഞ്ച് ചെയ്യുന്ന A2 5 ആണ്. അപ്പോൾ A2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പ്രഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് GJ ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ എക്സ്പ്രഷൻ ഉണ്ട്. എക്സ് പ്ലസ് ജെ വൈ ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ന്യൂമറേറ്ററിൻ്റെ നമ്മൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുത്തപ്പോഴത്തേക്ക് ഒമേഗ കിട്ടി. ഡിനോമിനേറ്ററിൻ്റെ റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ കൊടുത്തപ്പോഴത്തേക്ക് റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 കൊടുത്തു. അറ്റ് ഒമേഗ ഈക്വൽ ടു 1 ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ദാറ്റ് ഈസ് ദിസ് ഫ്രീക്വൻസി ഒമേഗ നോട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് A2. സിമിലർലി 5 ഫേസ് ആണ്, അപ്പോൾ അത് ആംഗിൾ ആണ്. അപ്പോൾ ആംഗിളിൻ്റെ കേസിൽ ഇവിടെ എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ആണ്. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് എന്ന് വെച്ചാൽ 90 ആണ്. ഇനി ഇതിൻ്റെ കേസിൽ 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1 ആണ്. ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ആയിട്ട് മൈനസ് വരും. ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ, ദാറ്റ് ഈസ് ഒമേഗ ബൈ 1 ഇവാലുവേറ്റഡ് അറ്റ് ഒമേഗ ഈക്വൽ ടു 1. ഇതിൻ്റെ വാല്യൂ 45 ഡിഗ്രി കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. A1 നമുക്കറിയാവുന്നതാണ്, ഒമേഗ നോട്ട് വാല്യൂ അറിയാവുന്നതാണ്, 5 വാല്യൂ അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി A2 5 ഫൈൻഡ് ഔട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഇനി സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. Find the steady state output voltage of the given network. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ്, ഇതൊരു 1K തന്നിരിക്കുന്നത്, ഇതൊരു കപ്പാസിറ്റർ, അതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 10 mu farad ആണ് തന്നിരിക്കുന്നത്. ഇവിടെ പ്ലസ്, ഹിയർ മൈനസ്, വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് VO ആൻഡ് ഇൻപുട്ട് VI ഈക്വൽ ടു 3 + 4 sin 100t ആണ്. ഇതാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പ്രോബ്ലത്തിനകത്ത് എങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് തന്നിട്ടുണ്ട്, പക്ഷേ ഒരു നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നത്. അപ്പം നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഇത് രണ്ട് പ്രോബ്ലങ്ങളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, മറ്റേതിനകത്താണെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇതിന് നമ്മളുടെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ നെറ്റ്വർക്കിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസിന് ചേഞ്ചസ് ഒന്നുമില്ല, ആ റെസിസ്റ്റർ അത് തന്നെ വരും. കപ്പാസിറ്ററിൻ്റെ കേസിൽ അതായത് LS ആവും, C 1/CS ആവും. അപ്പോൾ ഇത് CS കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1/CS ആവും. ദാറ്റ് ഈസ് 10⁵s എന്നാവും. ഓക്കെ, 10⁵s. നെക്സ്റ്റ് ബാക്കി സെയിം തന്നെ. ഇത് എന്തായി? ദിസ് ഈസ് 1000, ദിസ് ഈസ് 10⁵s. VI എന്തായിട്ട് മാറും? VI(s) ആവും. VO എന്തായിട്ട് മാറും? VO(s) ആവും. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇല്ല, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. ഇവിടെ ഔട്ട്പുട്ട് VOFS ആണ്, ഇൻപുട്ട് VIOFS ആണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ VOFS ഡിവൈഡ് ബൈ VIOFS ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. നമ്മൾ VIOFS എഴുതുകയാണ്. VIOFS എന്നുള്ളത് VIOFS ഈക്വൽ ടു, ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് നമ്മൾ IOFS എടുക്കുകയാണ്. ഓക്കെ, IOFS രണ്ടും സെയിം കറണ്ടാണ് വരുന്നത്. കാരണം ഇതിലേക്കൂടെ വരുന്ന കറണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യും, ഇതിലേക്കൂടെ വരുന്നതും ഇവിടെ ഓപ്പൺ ആയിട്ട് ഇതിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ IS ഒരു കറണ്ടേ ഉള്ളൂ, ദാറ്റ് ഈസ്
വി ഐ ഓഫ് എസ് ഈക്വൽസ് ഇതിൻ്റെ ഇക്വേഷൻ എഴുതിക്ക് സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ആർ വി ഐ ഓഫ് എസ് ഈക്വൽ ടു 1000 ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 10⁵ ഇൻറ്റു ഐ ഓഫ് എസ്. കോമൺ എടുക്കുമ്പോഴത്തേക്ക് 1000 പ്ലസ് 10⁵ ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് കിട്ടും. ഓക്കെ, നമ്മളുടെ ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോൾ എന്താ വി ഒ ഓഫ് എസ് എടുക്കുക. കാരണം ഇവിടെ വി ഐ ഓഫ് എസും വി ഒ ഓഫ് എസും വേണം. വി ഒ ഓഫ് എസ് ഈക്വൽ ടു ഔട്ട്പുട്ടിൻ്റെ വരും. അപ്പം വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഹിയർ ഐ ഈക്വൽ ടു ഐ എസ്. ആർ ഈക്വൽ ടു എന്താണ് 10⁵ സോ 10⁵ ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് വി ഐ ഓഫ് എസും കിട്ടി, വി ഒ എഫ് എസും കിട്ടി. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇപ്പോൾ എച്ച് എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എച്ച് എസ് ഇസ് ഈക്വൽ ടു ദിസ് ടേം ഡിവൈഡ് ബൈ ദിസ് ടേം എന്ന് എഴുതാം. ഓക്കെ, അതായത് വി ഒ എഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ്. വി ഒ എഫ് എസ് എന്താ? 10⁵ ഐ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. ദിസ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട്. സോ 1000 പ്ലസ് 10⁵ ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും. ഇവിടെ ഐ ഓഫ് എസ് ക്യാൻസൽ ചെയ്ത് പോവും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എച്ച് ഓഫ് എസ് ആസ് 100 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെറ്റ്വർക്ക് വരുവാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഈ മോഡ്യൂളിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നെറ്റ് ഓഫ് ഫംഗ്ഷൻസും ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരാതെ നെറ്റ്വർക്ക് വന്നിട്ട് അതിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യുന്നത്. നമ്മൾ ഇമ്പൾസ് റെസ്പോൺസിന്റെ കേസിൽ അങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഒരു ഗിവൺ നെറ്റ്വർക്ക് വരുമ്പോൾ അതിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് അല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ ഫോമിലുള്ളതാണ്. സൈൻ ഫോം വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഫ്രീക്വൻസി ടേം ഉണ്ട്. ഫ്രീക്വൻസി ടേം വരുമ്പോഴത്തേക്ക് ഇത് സിനുസോയിഡൽ റെസ്പോൺസ് ആണ്, ഫോഴ്സ് റെസ്പോൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ടുമായി ട്രാൻസ്ഫർ ഫംഗ്ഷനുമായി ഇപ്പം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പോലെ ആയി. ഓക്കെ, ഞാൻ ഇൻപുട്ട് എന്ന് എഴുതുകയാണ്. ഇൻപുട്ട് തന്നിരിക്കുന്നത് 3 + 4 sin 100t ഇൻപുട്ട്. അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എസ് ഈക്വൽ ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് 100 ഡിവൈഡ് ബൈ എസ് പ്ലസ് 100 ആണ്. 100 ഡിവൈഡ് ബൈ എസ് പ്ലസ് 100 ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവിടെ 2 ഇൻപുട്ട്സ് ഉണ്ട് അല്ലേ? ഒരു 3 ഉണ്ട്, അടുത്ത ഒരു 4 sin ωt ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്സ് സെയിം തന്നെ. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. എ sin ωt പ്ലസ് 5. ദിസ് ഈസ് അവർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പം അത് ഈ 3യെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ടേം, ദിസ് ഈസ് അവർ ഫസ്റ്റ് ടേം. ഓക്കെ, 3 ആണ്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് A1ന്റെ വാല്യൂ എന്ത് വരും? A1 ഈക്വൽ ടു 3 വരും. ഫ്രീക്വൻസി ടേം ഇല്ല, സോ ω01 എന്ന് കൊടുക്കാം. ഓക്കെ, 2 ഉണ്ടായിട്ട് ω01 ഈക്വൽ ടു 0 ആൻഡ് 5 ഈക്വൽ ടു 0. ഈ 3ന്റെ കേസിൽ 3നെ നമ്മൾ ഈ A sin ωt പ്ലസ് 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് ടേം ആയതുകൊണ്ട് A1 ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ω0 ഇല്ല 0, 5 ഇല്ല 0. ഇനി സെക്കൻഡ് ടേം എന്താ? 4 sin 100t. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതും കൂടെ കമ്പയർ ചെയ്യുകയാണ്. അപ്പം A2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. നെക്സ്റ്റ് ω02 ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്? 100 കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ 5 ഇല്ല, 0 ആണ്. ഓക്കെ, 5 0. ഓക്കെ, ഇതിൻ്റെ കേസിൽ 5 0 ആണ്. ഇനി ഇവിടെ 2 ടേംസ് ഉണ്ട്. ഓക്കെ, 2 ടേംസ് ഉണ്ട്. നമുക്ക് അറിയാം ഒരു ടേം കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കേസിൽ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 A2 ഒമേഗയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, 5 + 5 വരും. അപ്പോൾ സെക്കൻഡ് ടേമിലും അതുപോലെ വരും. ഇവിടെ 4 ഫസ്റ്റ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും ഫേസും കണ്ടുപിടിക്കണം. അതുപോലെ സെക്കൻഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും ഫേസും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു ടേം നമ്മളുടെ ഈ 100 ബൈ എസ് പ്ലസ് 100 ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ചാൽ 3 + 4 sin 100t ആണ്. അപ്പോൾ ഈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്
എന്ത് വരും, അതിന് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചും ഫേസ് ചേഞ്ചും വരും. അതുപോലെ ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടും ആംപ്ലിറ്റ്യൂഡും ഫേസ് ചേഞ്ചും വരും. അപ്പോൾ ഞാൻ ഈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ താഴെ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ഇല്ല വരത്തില്ലേ. നമ്മളിപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ജനറലായിട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞത്, എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5 ആണ് നമ്മളൊരു സിസ്റ്റം ഫംഗ്ഷനിലേക്ക് HS കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഒരു A1 A2 വരും ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച്. സൈന് ഒമേഗ നോട്ടിക്ക് ചേഞ്ച് ഒന്നുമില്ല, പ്ലസ് 5 പ്ലസ് 5 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടേംസ് ഉണ്ട്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ഒരു ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചും വരും ഫേസ് ചേഞ്ചും വരും. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ A2 എടുത്തുകൊണ്ട് അതിൻ്റെ ഞാൻ A3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ A3 ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ A3 ഈക്വൽ ടു എങ്ങനെ വരുന്നത്, മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് H ഓഫ് J ഒമേഗ അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് 1 ദാറ്റ് ഈസ് ഹിയർ 0. സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഒമേഗ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ കേസിൽ ദാറ്റ് ഈസ് H ഓഫ് എസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ S പ്ലസ് 100 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം ആ മെത്തേഡ് തന്നെ. എച്ചിന് ജെ ഒമേഗ വന്ന് എസിന് ജെ ഒമേഗ വന്ന് 100 ബൈ ജെ ഒമേഗ പ്ലസ് 100 വന്നു. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 100 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇത് എക്സ് പ്ലസ് ജെ വൈ ഫോമാണ്. അപ്പം റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇവിടെ റിയൽ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 100 സ്ക്വയർ വരും അല്ലേ. 100 സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ വരും. അറ്റ് ഒമേഗ ഈക്വൽ ടു 0 ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ ഇപ്പം എക്സ് പ്ലസ് ജെ വൈ ആണെങ്കിൽ അതിൻ്റെ വരുന്നത് എങ്ങനെയായിരുന്നു, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു. 100ന് 100 തന്നെ, കാരണം അതിനകത്ത് ഇമാജിനറി ടേം ഇല്ല. എക്സ് പ്ലസ് ജെ വൈ ടേം വരുമ്പോഴേ അതിനകത്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരത്തുള്ളൂ. അപ്പോൾ 100 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 100 നമുക്ക് റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ എന്ന് എഴുതാം. അറ്റ് ഒമേഗ ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇവിടെ 0 ആണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് വരും, A3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ബൈ 100 1 എന്ന് വരും. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് കണ്ടുപിടിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫേസ് അതിപ്പോൾ ഇവിടെ 5.3 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, 5.3. അപ്പോൾ 5.3 ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്, ആംഗിൾ ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ അറ്റ് ഒമേഗ നോട്ട് ഈക്വൽ ടു ഒമേഗ നോട്ട് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ടേമിൻ്റെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റന്റ് ടേമിന് ആംഗിൾ ഇല്ല. അപ്പം വരുന്ന ആംഗിൾ വരുന്നത് ഇതിൻ്റെ കേസിൽ ആംഗിൾ എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ഇതിപ്പം ജെ ഒമേഗ പ്ലസ് 100 ആണ്, അപ്പം 1 ആണ്. സോ മൈനസ് വരും ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ. ഹിയർ ഇമാജിനറി ഈസ് ഒമേഗ ബൈ റിയൽ 100. സോ ഒമേഗ ബൈ 100 അറ്റ് ഒമേഗ വാല്യൂ 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ഈ 3 ടേം ഈ 3 ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ആംപ്ലിറ്റ്യൂഡ് A3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിട്ടി, 5.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ സെക്കൻഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അപ്പോൾ ഇത് കൊടുക്കുമ്പോഴും എന്ത് വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതുപോലെ A1 A2 സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് 5.1 പ്ലസ് 5.3. അപ്പോൾ അത് സപ്പോസ് ഇതിങ്ങനെയാണെന്ന് വെച്ചോ, ഇതിപ്പം നമ്മളിവിടെ കൊടുത്തത് ഇതിൻ്റെ A2 ആണ്. അപ്പോൾ ഇതുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് വരുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, ഇതുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് വരുന്നതിന് A2. ഇനി A3 ഇവിടെ ഓൾറെഡി എടുത്തു. ഓക്കെ, A4 സൈൻ ഒമേഗ നോട്ട് ചെയ്യാൻ ചേഞ്ച് ഒന്നുമില്ല, പ്ലസ് ഇതിൻ്റെ 5.2 ആണ്. 5.2 പ്ലസ് 5.3 നമ്മളിവിടെ ഓൾറെഡി എടുത്തു, 5.4 എന്ന് എടുക്കണം. അപ്പോൾ ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A4 ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ ഫേസ് 5.4 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ചേഞ്ച് വരുന്നത് എന്താണ്, ഈ ഇക്വേഷൻ തന്നെ വരുന്നത് അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ ഒമേഗ നോട്ട് 2 ഈക്വൽ ടു 100 ആയിരിക്കും. ഓക്കെ, അതായത് A4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കേസിൽ 0 ഇവാലുവേറ്റ് ചെയ്ത് സെക്കൻഡിൻ്റെ കേസിൽ നമ്മൾ 100 ഇവാലുവേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ A4 5.4 കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം.
So A4 equal to mod of h of j omega at omega not 2 equal to 100. That is നമ്മളുടെ 100 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 100 ആണ്. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 100 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ എന്ന് വരും. അറ്റ് ഒമേഗ ഈക്വൽ ടു 100 ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ വാല്യൂ 1/√2 എന്ന് കിട്ടും. ഇനി നമുക്ക് 5/4 ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇല്ലേ? ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് സെക്കൻഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് A4 ഇവാലുവേറ്റ് ചെയ്ത് ഇനി 5/4 ഇവാലുവേറ്റ് ചെയ്യണം. 5/4 ഈക്വൽ ടു ആംഗിൾ h ഓഫ് ജെ ഒമേഗ അറ്റ് ഒമേഗ നോട്ട് 2 ഈക്വൽ ടു 100. അപ്പോൾ ആംഗിൾ h ഓഫ് ജെ ഒമേഗ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ മാറത്തുള്ളൂ. ഈ ഫ്രീക്വൻസി സെക്കൻഡ് ഫ്രീക്വൻസിക്കുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ ഒമേഗ നോട്ട് ആണ്. അപ്പോൾ ഒമേഗ നോട്ട് 100 ആണ്. അപ്പോൾ 100/100 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 45 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 45 ഡിഗ്രി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ എക്സ്പ്രഷൻ വരുന്നത് വെച്ചാൽ ഇതും പ്ലസ് ഈ ടേം പ്ലസ് ഈ ടേം ആയിരിക്കും ഇല്ലേ ടോട്ടൽ വരുന്നത്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് V output, okay, equal to A1 A3 sin omega naught 1 t plus phi 1 plus phi 3 plus second term in the amplitude A2 and the change in the amplitude A4 sin frequency omega naught 2 t and change in the plus is in the angle phi 2 change angle plus phi 4. നമ്മളിവിടെ എല്ലാ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. A1 A2 ഒമേഗ നോട്ട് 1 നമുക്കറിയാം, ഒമേഗ നോട്ട് 2 അറിയാം, phi 1 phi 3 phi 2 phi 4, അതുപോലെ A2 A4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫൈനൽ ആൻസർ 3 + 4√2 sin 100t മൈനസ് 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. നമുക്ക് ഒരു തേർഡ് പ്രോബ്ലം കൂടെ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യന് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അത് നെറ്റ്വർക്ക് തന്നിരിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് 1 ohm 1 ഹെൻറി V1 of t I1 of t ഒരു സിമ്പിളായിട്ടുള്ള നെറ്റ്വർക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ കേസിൽ V1 of t തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്. V1 of t ഈക്വൽസ് 10√2 cos t plus 0 plus 10√5 cos 2t plus 10. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എസ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിവിടെ തന്നിരിക്കുന്നത് ഫോഴ്സ് റെസ്പോൺസ് ആണ്. കാരണം സൈൻ കോസ് ഫോമില വന്നിരിക്കുന്നത്. ഒരു ഒമേഗ ടേം വരുവാണെങ്കിൽ അത് ഫോഴ്സ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടില്ല, പകരം നെറ്റ്വർക്ക് തന്നിരിക്കുന്നത് സിമ്പിളായിട്ടൊരു നെറ്റ്വർക്ക് തന്നിരിക്കുന്നത്. ഒരു 1 ohm അതുപോലെ ഒരു ഹെൻറിയുള്ള നെറ്റ്വർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? വെരി ഗുഡ്, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എസ് ഡൊമെയിൻ കൺവേർഷൻ. സോ എസ് ഡൊമെയിൻ കൺവേർഷൻ ആണ്. സോ എന്ത് വരും? ഇതിൻ്റെ കേസിൽ റെസിസ്റ്റർ അത് 1 ohm തന്നെ, LS ആയിട്ട് മാറും. സോ L1 ആണ്, സോ S ആയിട്ട് മാറും. അതുപോലെ V1 of S ആവും, ഇത് I1 of S ആവും. ഓക്കെ, നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? V1 of S ആണ്. അതുപോലെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതാണ് I1 of S ആണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ദാറ്റ് ഈസ് I1 of S by V1 of S ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. I1 of S by V1 of S എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആണ്, അഡ്മിറ്റൻസ് ആണ് അല്ലേ? I by V എന്ന് വെച്ചാൽ അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇംപിഡൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇംപിഡൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? Z എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിൻ്റെ കേസിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? S+1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/S+1 ആയിരിക്കും അല്ലേ? അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ 1/S+1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും നമുക്ക് വരുന്നത്? സോ വി ക്യാൻ റൈറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ
എച്ച് ഓഫ് എസ് ആസ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇമ്പിഡൻസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 1/, എടുത്താൽ മതി. ദാറ്റ് ഈസ് 1/s+1 ആയിരിക്കും നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് 1/s+1. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ആണ്. അതിനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ റെസിസ്റ്ററിന് ചേഞ്ച് ഒന്നുമില്ല. ഇൻഡക്ടർ LS ആവും, L1 ആയതുകൊണ്ട് S ആവും, V1 ഓഫ് എസ് ആവും, I1 ഓഫ് എസ് ആവും. ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. ഇപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ I/V ആണ്. I/V എന്ന് വെച്ചാൽ അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അഡ്മിറ്റൻസ് നമുക്ക് ഇമ്പിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 1/, എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1/, എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അഡ്മിറ്റൻസ് കിട്ടും. ഇപ്പൊ ഇവിടെ ഇമ്പിഡൻസ് സീരീസ് ഇമ്പിഡൻസ് എന്താണ്? ഇതിന്റെ കേസിൽ S+1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട അഡ്മിറ്റൻസ് ആണ്. ഇപ്പൊ ഇമ്പിഡൻസിന്റെ 1/, എടുക്കണം. ദാറ്റ് വിൽ ബി അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H ഓഫ് എസ്. അപ്പൊ ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി, ഇൻപുട്ടും കിട്ടി. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. സോ ഹിയർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H ഓഫ് എസ് ഈക്വൽ ടു 1/s+1 ആൻഡ് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇൻപുട്ട് V1 ഓഫ് t ഈക്വൽ ടു 10√2 cos t പ്ലസ് 10 പ്ലസ് 10√2 cos 2t പ്ലസ് 10. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, a sin ω0t പ്ലസ് 5, ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റിൻ്റെ ഞാൻ ഇപ്പോൾ ഈ ടേം, അതായത് 10√2 cos t പ്ലസ് 10 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് A1 കൊടുത്തു. A1 ഈക്വൽ ടു 10√2, ദെൻ ω01 ഈക്വൽ ടു 1 അല്ലേ, t കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അതുപോലെ 5/1 ഈക്വൽ ടു 10 ആണ്. ഇനി സെക്കൻഡ് ടേം എഴുതുക. സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ 10√2 cos 2t പ്ലസ് 10 ആണ്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് A2 എന്ന് വെച്ചാൽ 10√2, ദെൻ ω02 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, ദിസ് 2, 5/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. രണ്ടിൻ്റെയും 10 ആണ് വരുന്നത്, 5 to 10. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പം ഈ ഒരു ടേമുമായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു ടേമിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം A1. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഇവിടെ ഓൾറെഡി A2 എടുത്തുകൊണ്ട് നമ്മൾ A3 എന്ന് കൊടുക്കും. A1 A3 cos ω01t പ്ലസ് 5/1 ഫേസ് ചേഞ്ച് ചെയ്തില്ലേ, പ്ലസ് ഇവിടെ 5/2 എടുത്തുകൊണ്ട് നമ്മൾ 5/3 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. അതുപോലെ ഈ സെക്കൻഡ് ടേമിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇവിടെ നമ്മൾ A2 എന്ന് എടുത്തു. സോ പറഞ്ഞ A2 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വരും. A3 എടുത്തുകൊണ്ട് നമ്മളടുത്ത് A4 എന്ന് കൊടുത്തു. A4 cos ω02t പ്ലസ് ഇതിൻ്റെ ഫൈസ് 5/2 പ്ലസ് അതിൻ്റെ ഫേസ് ചേഞ്ച് 5/3 എടുത്തുകൊണ്ട് നമ്മൾ 5/4 എന്ന് എടുത്തു. ഓക്കെ, ഇത് രണ്ടും കൂടെ സം ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? A1 വാല്യൂ അറിയാം, 5/1 വാല്യൂ അറിയാം. ഇവിടെ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് A3 വാല്യൂ ആൻഡ് 5/3 വാല്യൂ. ഇതിൻ്റെ കേസിൽ നമുക്ക് A2 വാല്യൂ അറിയാം, അതുപോലെ 5/2 വാല്യൂ അറിയാം അല്ലെ. A2 വാല്യൂ അറിയാം, 5/2 വാല്യൂ അറിയാം. വി നീഡ് ടു ഫൈൻഡ് A4 ആൻഡ് 5/4. ഇപ്പോൾ A4ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, അല്ലെങ്കിൽ A3ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് H ഓഫ് jω at ω0 ഈക്വൽ ടു ω01 ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേം ഉണ്ടല്ലോ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ദിസ് ഈസ് അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ അതിന് നമ്മൾ Sjω കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 1/jω+1 കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√of റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ ω² + 1 at ω01 ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 1 ആണ്. ഓക്കെ, ഇവിടെ ω1 കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ഇപ്പോൾ ω1 കൊടുക്കുക, അപ്പോൾ 1/√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ 1/√2 വരും. ഇനി 5/3 കണ്ടുപിടിക്കണം. 5/3 എന്ന് വെച്ചാൽ ആംഗിൾ H ഓഫ് jω ω0 ഈക്വൽ ടു ω01 ആണ്. ഇതിൻ്റെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് tan ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ അറ്റ് ω01 ഈക്വൽ ടു ഫ്രീക്വൻസി 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് tan ഇൻവേഴ്സ് 1 എന്ന് വരും. ദാറ്റ് ഈസ് -45 ഡിഗ്രി വരും. -45 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ ഇത് രണ്ടെണ്ണം കിട്ടി. ഇനി അതുപോലെ ഇതിൻ്റെ കേസിൽ A4 ഫൈൻഡ് ഔട്ട് ചെയ്യണം.
4 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ എക്സ്പ്രഷൻ സെയിം തന്നെ വരുന്നത് ആ ഫ്രീക്വൻസി 2 ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ A4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ 1/√(ω²+1) ഇവാലുവേറ്റഡ് അറ്റ് ω02 = 2 ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ 2 കൊടുക്കുമ്പോഴത്തേക്ക് ഈ സെയിം എക്സ്പ്രഷൻ തന്നെ വരുന്നത്. ഫ്രീക്വൻസി മാത്രം ഇതിൻ്റെ കേസിൽ ω01 എടുക്കണം, ഇതിൻ്റെ കേസിൽ ω02 എടുക്കണം. ഇവിടെ ω01 വരെ ω02 2 എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ A4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√5 എന്ന് കിട്ടും. അതുപോലെ ആംഗിൾ A4 = ഈ എക്സ്പ്രഷനകത്ത് നമ്മൾ ഒമേഗയ്ക്ക് ദാറ്റ് ഈസ് -tan inverse ω/1 at ω02 = 2 കൊടുക്കും. ഇവിടെ tan inverse -2 എന്ന് വരും. അതിൻ്റെ വാല്യൂ -63.43 ഡിഗ്രി എന്ന് വരും. -63.43 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ എക്സ്പ്രഷനും ഫൈൻഡ് ഔട്ട് ചെയ്തു. A3 ഫൈൻഡ് ഔട്ട് ചെയ്തു, 5.3 ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുപോലെ A4 ഫൈൻഡ് ഔട്ട് ചെയ്തു, 5.4 ഫൈൻഡ് ഔട്ട് ചെയ്തു. ω02നും ω01നും ചേഞ്ച് വരത്തില്ല, ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരത്തില്ല. ഒരു ഫോഴ്സ് റെസ്പോൺസ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇനി എന്ത് ചെയ്താൽ ഈ വാല്യൂ എല്ലാം കൂടെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് I(t) = ഓക്കെ, ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ I(t) ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ I(t) ആണ് ഔട്ട്പുട്ട്. അപ്പോൾ I(t) ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് I(t) = A1 A3 cos ω01 t plus 5(1 plus 5(3) plus സെക്കൻഡ് ടേമിൻ്റെത് A2 A4 cos ω02 t plus 5(2 plus 5(4). വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് A1ൻ്റെ വാല്യൂ A2ൻ്റെ വാല്യൂ 5(1)ൻ്റെ വാല്യൂ 5(2)ൻ്റെ വാല്യൂ എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മിനിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് 10 × cos t - 35 degree plus 10 cos 2t minus 53.43 ഡിഗ്രി കിട്ടും. ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് ഫങ്ഷൻസ് ഇൻ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡയറക്റ്റ് വരുന്നതും, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബേസിക്സ് അറിയാമെങ്കിൽ ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് MEDC.